നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ സത്യം അറിയാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സംശയമുണ്ടല്ലോ. ആരോ നിങ്ങളെ ചതിക്കുന്നു, ആരോ നിങ്ങളെ വഞ്ചിക്കുന്നു. പക്ഷെ അത് ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ മുന്നിൽ നല്ലവനായിട്ട് നിൽക്കുന്ന ഒരാൾ, പക്ഷെ പിന്നിൽ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളാണത്. നിങ്ങളുടെ വിശ്വാസം ഉപയോഗിക്കുന്ന ഒരാൾ. ഈ ദീപം ദൈവത്തിൻ്റെ സാക്ഷിയാണ്. ദീപം ഒരിക്കലും കള്ളം പറയില്ല. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് 3 ദീപങ്ങൾ കാണാം. ഈ 3 ദീപങ്ങളിൽ ഓരോ ദീപവും ഓരോ സത്യമാണ് പറയുന്നത്. ഒരു വ്യക്തിയെ കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിക്കുക. സത്യം എനിക്ക് കാണിച്ചു തരണമേ എന്ന് ആ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇനി കണ്ണുകൾ തുറക്കുക. തുറക്കുന്ന സമയത്ത് ഈ 3 ചിത്രങ്ങളിലെ ഏത് ദീപമാണോ നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്നത്, ആ ഒരു ദീപമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു രഹസ്യ സത്യം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിൽ നിന്നും ഒരു ദീപം തിരഞ്ഞെടുക്കുക. ഒപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ എന്നെ ചതിക്കുന്ന വ്യക്തിയെ കാട്ടിത്തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ കൃത്യത, ജെന്യൂനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1-ാമത്തെ ദീപമാണെങ്കിൽ ഈ ദീപം നിങ്ങൾ റാൻഡമായിട്ട് തിരഞ്ഞെടുത്തതല്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഇവിടെ എത്തിച്ചതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ ഈ ദീപം തിരഞ്ഞെടുത്തത്. ഈ ദീപത്തിൻ്റെ ജ്വാല വളരെ ശാന്തമാണ്. പക്ഷേ ഈ ജ്വാലയിൽ ഒരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആരെയോ കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ട്. ആരോ നിങ്ങളെ തെറ്റായി ഹാൻഡിൽ ചെയ്യുന്നു. ആരോ നിങ്ങളോട് സത്യസന്ധമല്ലാതെ പെരുമാറുന്നു. അത് നിങ്ങളുടെ മനസ്സ് ഇതിനോടകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് ഒഴിവാക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അത് കേൾക്കാതെ പോവുകയാണ് ചെയ്തത്. ഇന്ന് ആ ഒരു സത്യം ഇവിടെ വ്യക്തമാവുകയാണ്. 1-ാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾ വളരെ സത്യസന്ധമായിട്ടുള്ള ഹൃദയമുള്ള ആളുകളാണ്. നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കും, എളുപ്പത്തിൽ വിശ്വസിക്കും. അതാണ് സത്യം. ആർക്കും ദോഷം ആഗ്രഹിക്കില്ല. നിങ്ങൾ വളരെയധികം മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരാളാണ്. സ്വന്തം വേദന ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ആളാണ്. പക്ഷെ ഇതാണ് നിങ്ങളുടെ ദൗർബല്യം. ചിലർ നിങ്ങളുടെ നല്ല മനസ്സ് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലതവണ വേദന അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ മാറിയിട്ടില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ഒരു പ്രധാന സന്ദേശം നിങ്ങളെ തേടി വരികയാണ്. ഈ ദീപം പറയുന്നത് നിങ്ങളെ വഞ്ചിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള വലയത്തിലുള്ള ഒരാളാണ്. നിങ്ങൾ ദിവസവും സംസാരിക്കുന്ന ഒരാൾ, നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാൾ. ഇത് നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, ബന്ധുവായിരിക്കാം. പക്ഷെ അവർ നിങ്ങളെ ഒരിക്കലും നേരിട്ട് ആക്രമിക്കില്ല. അവർ മൃദുവായി നിങ്ങളെ ദോഷപ്പെടുത്തും. അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക, നിങ്ങളുടെ പദ്ധതികൾ തടസ്സപ്പെടുത്തുക, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുക, നിങ്ങളുടെ മുന്നേറ്റം മന്ദഗതിയിലാക്കാൻ ശ്രമിക്കുക. അവർ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് പിന്തുണ നൽകും, പിന്നിൽ വിമർശിക്കും. അവർ നിങ്ങളെ താരതമ്യം ചെയ്യുന്നു. നിങ്ങളുടെ വിജയം കണ്ടാൽ അവർക്ക് അസ്വസ്ഥത തോന്നും. അവരുടെ പ്രധാന വികാരം അസൂയയാണ്. ഇനി ഇവരിൽ നിന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതായത് നിങ്ങൾ ചില വ്യത്യസ്ത അനുഭവങ്ങൾ ഇവരിൽ നിന്നും, ഇവരോട് സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അവരുടെ കൂടെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ഷീണം തോന്നും. അതാണ് 1-ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെടും. വിശ്വാസമുണ്ടെങ്കിലും ഒരു സംശയം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നും. കാരണമറിയാത്ത ദുഃഖം ചിലപ്പോൾ ഉണ്ടാകും. ഇത് ഒരിക്കലും യാദൃശ്ചികമല്ല. നിങ്ങളുടെ ഉള്ളുണർവ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്.
പക്ഷേ ബന്ധം നഷ്ടമാകുമോ എന്ന ഭയം കൊണ്ട് അത് നിങ്ങൾ അവഗണിക്കുന്നു. ഈ ബന്ധം യാദൃശ്ചികമല്ല, ഒരു കർമ്മബന്ധമുണ്ട്. മുൻജന്മത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ടാകാം. ഈ ജന്മത്തിൽ അവർ നിങ്ങളെ പരീക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പരിധികളെ പാലിക്കാൻ പഠിപ്പിക്കാൻ, സ്വാഭിമാനം സംരക്ഷിക്കാൻ പഠിപ്പിക്കാൻ. ഇതൊരിക്കലും ഒരു ശിക്ഷയല്ല, ഇത് ഒരു പാഠമാണ്. ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം നിങ്ങളുടെ മേലുണ്ട്. ഈ ദീപത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് സത്യം നിങ്ങളെ തേടി വരും. ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സംഭാഷണം, ഒരു സാഹചര്യം അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കും. നിങ്ങൾ അത്ഭുതപ്പെടാം, പക്ഷേ അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ളത് തിരിച്ചറിയുക. ദൈവം ദോഷകരമായ ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റും. ഈ അനുഭവത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾ മാനസികമായിട്ട് കൂടുതൽ ശക്തരാകും. എല്ലാവരെയും അന്ധമായി വിശ്വസിക്കില്ല. നിങ്ങളുടെ മുന്നേറ്റം വേഗത്തിൽ നടക്കും. നിങ്ങളുടെ വിജയം വർദ്ധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആളുകൾ വരും. നല്ല ഊർജം വർദ്ധിക്കും. ഇത് ഒരു അവസാനമല്ല, ഒരു പുതിയ തുടക്കമാണ്. ഒന്നാമത്തെ ദീപം തിരഞ്ഞെടുത്ത നിങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ള ആളുകളാണ്. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണ്. പക്ഷേ പരിധികൾ പാലിക്കുക. എല്ലാവരെയും വിശ്വസിക്കരുത്, ദൈവത്തെ മാത്രം വിശ്വസിക്കുക. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അഭിപ്രായം എഴുതുക. ദീപം സാക്ഷി എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, ഒന്നാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുത്ത നിങ്ങൾ ഈ ദീപം സാധാരണമായിട്ട് തിരഞ്ഞെടുത്തതല്ല. നിങ്ങളുടെ ഉള്ളുണർവ്, അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ ഇവിടെ എത്തിച്ചതാണ്. ദൈവത്തിൻ്റെ നിർദ്ദേശം കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ദീപം തിരഞ്ഞെടുത്തത്. ഈ ദീപത്തിൻ്റെ ജ്വാല ശക്തമാണ്, എന്നാൽ ഒരിക്കലും ശാന്തമല്ല. ഇത് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ജ്വാലയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മറഞ്ഞ സത്യമുണ്ട്. നിങ്ങൾ വിശ്വസിച്ച ഒരാളെക്കുറിച്ചുള്ള സത്യം. നിങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളത് മനസ്സിൽ ഒതുക്കി വെച്ചു. ഇന്ന് ആ സത്യം നിങ്ങൾ അറിയും. രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുക്കുന്ന ആളുകൾ വളരെ കരുണയുള്ളവരാണ്. നിങ്ങൾ മറ്റുള്ളവരെ എളുപ്പത്തിൽ വിശ്വസിക്കും. നിങ്ങൾ സൗഹൃദത്തിന് വളരെ വലിയ വില കൊടുക്കുന്ന ആളുകളാണ്. ബന്ധങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾ സ്വന്തം വേദന പോലും സഹിക്കും. നിങ്ങൾ ഒരാളെ വിശ്വസിച്ചാൽ പൂർണ്ണമായും വിശ്വസിക്കും. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളാണ്. നിങ്ങൾ സ്വന്തം രഹസ്യങ്ങൾ പോലും വിശ്വസിച്ചവരോട് പങ്കിടുന്ന ആളുകളാണ്. പക്ഷേ ചിലർ നിങ്ങളുടെ ഈ വിശ്വാസം ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് സത്യം. ഈ ദീപം പറയുന്ന പ്രധാന സത്യം, നിങ്ങളെ വഞ്ചിക്കുന്നത് നിങ്ങളുടെ സുഹൃത്ത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി ഉള്ള ഒരാൾ, നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച ഒരാൾ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ ഒരാൾ. പക്ഷേ അവർ നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചില്ല എന്നതാണ് സത്യം. അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, നിങ്ങളുടെ രഹസ്യങ്ങൾ അവർ മറ്റുള്ളവരോട് പറഞ്ഞു. നിങ്ങളുടെ കാര്യങ്ങളെ തെറ്റായി അവതരിപ്പിച്ചു. നിങ്ങളെ പിന്നിൽ കുറ്റപ്പെടുത്തി. നിങ്ങളുടെ നല്ല മനസ്സ് ഉപയോഗപ്പെടുത്തി. അവർ നിങ്ങളുടെ മുന്നിൽ നല്ലവനായി പെരുമാറും, പിന്നിൽ നിങ്ങളെ ദോഷപ്പെടുത്തും. അവർ നിങ്ങളെ ഉപയോഗിച്ചു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ സൗഹൃദം സ്വാർത്ഥതയ്ക്കായിട്ട് ഉപയോഗിച്ചു. ഈ വ്യക്തിയെ ചില ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ അവരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. അവരോട് സംസാരിച്ച ശേഷം മനസ്സിൽ ഭാരമുള്ളതുപോലെ തോന്നും. വിശ്വാസമുണ്ടെങ്കിലും അകത്ത് ഒരു അസ്വസ്ഥത തോന്നും. അവർ മാറിയതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. ഇതൊരിക്കലും യാദൃശ്ചികമല്ല. നിങ്ങളുടെ ഉള്ളുണർവ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ സൗഹൃദം നഷ്ടമാകുമോ എന്ന ഭയം കൊണ്ട് നിങ്ങളത് അവഗണിച്ചു എന്നതാണ് വാസ്തവം. ഈ ബന്ധത്തിൻ്റെ കാരണവും പാഠവും എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന പാഠം തന്നെയാണ്. നിങ്ങൾ എല്ലാവരെയും അന്ധമായിട്ട് വിശ്വസിക്കരുത് എന്നുള്ള ഒരു പഠിപ്പിക്കലാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കാണ് സ്ഥാനം നൽകേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവിനുള്ള സമയമാണ്. നിങ്ങൾക്ക് പരിധികൾ പാലിക്കാൻ പഠിപ്പിക്കാനാണ്. നിങ്ങളുടെ സ്വാഭിമാനം സംരക്ഷിക്കാൻ പഠിപ്പിക്കാനാണ്. ഈ അനുഭവം ഒരിക്കലും ഒരു ശിക്ഷയല്ല, ജീവിതം നിങ്ങളെ വളർത്താനുള്ള അവസരമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു സംഭവം സംഭവിക്കും. ഒരു സംഭാഷണം, ഒരു സാഹചര്യം അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് വ്യക്തമായി കാണിക്കും.
സത്യം മറഞ്ഞുകിടക്കില്ല. നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. ആ സമയത്ത് നിങ്ങൾക്ക് ആദ്യം വേദന തോന്നാം, പക്ഷെ പിന്നീട് നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ദൈവം നിങ്ങളെ വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കും. ഈ അനുഭവത്തിന് ശേഷം നിങ്ങൾ കൂടുതൽ ബുദ്ധിമാനാകും. നിങ്ങൾക്ക് ആരെ വിശ്വസിക്കണം എന്ന് വ്യക്തമായി അറിയും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആളുകൾ കടന്നു വരും. നിങ്ങളുടെ മുന്നേറ്റം വേഗത്തിൽ നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. നിങ്ങളുടെ മനസ്സ് ശക്തമാകും. ഈ അനുഭവം ഒരിക്കലും നിങ്ങളെ തകർക്കില്ല, നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. ഇത് ഒരു അവസാനമല്ല, ഒരു പുതിയ തുടക്കമാണ്. രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഹൃദയം വളരെ ശുദ്ധമാണ്. പക്ഷേ എല്ലാവരെയും വിശ്വസിക്കരുത്. നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം കേൾക്കുക. ദൈവം നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ദീപം സാക്ഷി എന്ന് രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട്, സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ ദീപമാണെങ്കിൽ ഈ ദീപം നിങ്ങൾ യാദൃശ്ചികമായിട്ട് തിരഞ്ഞെടുത്തതല്ല. നിങ്ങളുടെ ആത്മാവിൻ്റെ ആകർഷണമാണ് നിങ്ങളെ ഈ ദീപത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ ദീപത്തിൻ്റെ ജ്വാല വളരെ ശക്തമാണ്. മറ്റുള്ളവയേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശക്തി ഇതിലുണ്ട്. ഈ ജ്വാലയിൽ ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു രഹസ്യ സത്യമാണ്. നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ഒരാളെക്കുറിച്ചുള്ള സത്യം. നിങ്ങൾക്ക് ചില ദിവസങ്ങളായിട്ട് ഒരു അനിശ്ചിതത്വം തോന്നിയിട്ടുണ്ടാകാം. ആരെയെക്കുറിച്ച് മനസ്സിൽ ഒരു അസ്വസ്ഥത, പക്ഷെ കാരണം വ്യക്തമല്ല. ഇന്ന് ആ മറഞ്ഞ സത്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾ വളരെ സഹനശക്തിയുള്ളവരാണ്. നിങ്ങൾ ബന്ധങ്ങൾക്ക് വളരെ വില നൽകുന്ന ആളുകളാണ്. കുടുംബത്തിനും ബന്ധുക്കൾക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവരാണ് നിങ്ങൾ. നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിനായിട്ട് സ്വന്തം ആഗ്രഹങ്ങൾ പോലും മാറ്റിവെക്കുന്ന ആളുകളാണ്. വിശ്വസിച്ച ആളുകളെ ഒരിക്കലും സംശയിക്കാത്ത ആളാണ്. നിങ്ങൾക്ക് ബന്ധങ്ങൾ വളരെ പരിശുദ്ധമാണ്. പക്ഷേ ചിലർ നിങ്ങളുടെ ഈ സ്വഭാവം ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ഈ ദീപം പറയുന്ന പ്രധാന സത്യം, നിങ്ങളെ വഞ്ചിക്കുന്നത് ഒരു ബന്ധുവാണ്. നിങ്ങൾ വിശ്വസിച്ച ഒരാൾ, നിങ്ങളുടെ വീട്ടിൽ വന്നു പോകുന്ന ഒരാൾ, നിങ്ങളുടെ ജീവിതത്തെ അടുത്തു നിരീക്ഷിക്കുന്ന ഒരാൾ. പക്ഷേ അവരുടെ മനസ്സ് ശുദ്ധമല്ല. അവരുടെ സ്വഭാവ പ്രകൃതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് മറ്റുള്ളവരോട് പറയുക, നിങ്ങളുടെ മുന്നേറ്റം കണ്ട് അസൂയപ്പെടുക, നിങ്ങളെ പിന്നിൽ കുറ്റപ്പെടുത്തുക, നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അവർ നിങ്ങളുടെ മുന്നിൽ സ്നേഹത്തോടെ പെരുമാറുന്നു, പക്ഷേ അവരുടെ മനസ്സിൽ അസൂയയും മത്സരബോധവുമുണ്ട്. നിങ്ങളുടെ സന്തോഷം കണ്ടാൽ അവർക്ക് സന്തോഷമല്ല, അവർ നിങ്ങളെ താരതമ്യം ചെയ്യുന്നു. അവരിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഈ വ്യക്തിയെ തിരിച്ചറിയാനുള്ള ചില ലക്ഷണങ്ങൾ. നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാകാം. അവരുടെ സാന്നിധ്യത്തിൽ ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അവരുടെ വാക്കുകൾ മനസ്സിൽ വേദനയുണ്ടാക്കിയിട്ടുണ്ടാകാം. കാരണമറിയാത്ത ഒരു വിഷമം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അവരുടെ ചില പ്രവൃത്തികൾ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടാകാം. ഇതെല്ലാം തന്നെ ഒരിക്കലും യാദൃശ്ചികമല്ല. നിങ്ങളുടെ ഉള്ളുണർവ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. പക്ഷേ ബന്ധം തകരുമോ എന്ന ഭയം കൊണ്ട് നിങ്ങളത് അവഗണിച്ചു എന്നതാണ് വാസ്തവം. ഈ ഒരു അനുഭവം അല്ലെങ്കിൽ ഈ ബന്ധത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ പാഠമാണ്. നിങ്ങൾക്ക് പരിധികൾ പാലിക്കാൻ പഠിപ്പിക്കാനുള്ള ഒരു പാഠം. ആർക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം നൽകേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പാഠം. നിങ്ങളെ സ്വാഭിമാനം സംരക്ഷിക്കാൻ പഠിപ്പിക്കാനുള്ള ഒരു പാഠം. ജീവിതം നിങ്ങളെ ശക്തനാക്കാൻ ഈ അനുഭവം നൽകുന്നു എന്നതാണ് വാസ്തവം. ഇത് ഒരിക്കലും ഒരു ശിക്ഷയല്ല, നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള അവസരമാണ്. ഈ ദീപത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം, നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവം നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ഒരു സാഹചര്യമുണ്ടാകും, ഒരു സംഭവമുണ്ടാകും, ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയും. അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് വ്യക്തമായി കാണിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായിട്ടുള്ള ആളുകൾ സ്വയം അകന്നു പോകും. ദൈവം നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ ജീവിതം നല്ല ദിശയിലേക്ക് മാറും. ഈ അനുഭവത്തിന് ശേഷം നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാകും. നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശക്തമാകും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വർദ്ധിക്കും. നിങ്ങളുടെ മുന്നേറ്റം വേഗത്തിൽ നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും.
നിങ്ങളുടെ ചുറ്റും നല്ല ആളുകൾ എത്തും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കും. ഇത് ഒരിക്കലും ഒരു അവസാനമല്ല, ഒരു പുതിയ തുടക്കമാണ്. മൂന്നാമത്തെ ദീപം തിരഞ്ഞെടുത്ത നിങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ള ആളുകളാണ്. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ പരിധികൾ പാലിക്കുക. എല്ലാവരെയും അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക. ദൈവത്തെ മാത്രം വിശ്വസിക്കുക. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ദീപം സാക്ഷി എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശമായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.